അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ ശ്യാമയുടെ അടുത്ത് നിൽക്കുന്ന ശാലിനിയാണ് ആദ്യം കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ സത്യഭാമയുടെ അടുത്താണ് കാണിക്കുന്നത്. സത്യഭാമയാണെങ്കിൽ പൊന്നി വരാത്തതിന് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിള്ളയൊക്കെ പറയുന്നു ഇനിയിപ്പോൾ ഈ വീട് മാറിക്കൊടുക്കേണ്ടി വരും, എന്തായാലും ഞാൻ വേറെ അന്വേഷിക്കാം എന്ന് പറയുന്നു. അപ്പോൾ സത്യഭാമ പറയുന്നത് ഏതായാലും ഇത്രയും കാത്തില്ലേ, വരുന്നെടുത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് പൊന്നിയും കൂട്ടി. പിന്നീട് നമ്മുടെ ശാലിനിയെ കളക്ടർ ഓഫീസിൽ കൊണ്ടിറക്കാൻ നേരത്ത് വിഷ്ണു ശാലിനിയോട് പറയും എനിക്കൊരു ഹാഫ് ഡേ ലീവ് വേണം മാഡം എന്ന് പറയും. അപ്പോൾ പറയും എന്തിനാണെന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഞാനൊരു പുതിയ വാടക വീട് എടുത്ത് അവിടത്തേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനാണ്, മാർക്കറ്റിൽ പോകണമെന്ന് പറയും. ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ പറയും എനിക്ക് ഭാര്യയും 2 ഇരട്ട കുട്ടികളും ഉണ്ടെന്ന് പറയും, അവരെയും കൊണ്ട് മാറാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ ശാലിനി പറയും അങ്ങനെ ശാലിനി എന്നിട്ട് ലീവ് എഴുതി നമ്മുടെ അസിസ്റ്റൻ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ നോക്കുമ്പോൾ കളക്ടർ ഉച്ചയ്ക്ക് ശേഷം ലീവ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വിഷ്ണുവിന് സന്തോഷം. അങ്ങനെ അവർ രണ്ടുപേരും മാർക്കറ്റിലേക്ക് പോവുകയാണ്. കമലൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ കുടുംബശ്രീ ശാരദയും നമ്മുടെ രോഹിത്തും കൂടെ മാർക്കറ്റിലേക്ക് വന്നു. അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങുന്നു. അപ്പോൾ ഇവരുടെ പുറകെ തന്നെ ഗുണ്ടയുണ്ട്. അപ്പോൾ പച്ചക്കറി വാങ്ങുന്ന സമയത്ത് ഗുണ്ട രോഹിത്തിനെ വെടിവെടുക്കാൻ നോക്കുന്നു. അപ്പോൾ വേറൊരാൾ വന്ന് സാധനം മേടിക്കുമ്പോൾ ആ അങ്ങ് മാറിപ്പോവും. പിന്നീട് ശാലിനി ഇവരൊക്കെ ഒരു കലം നോക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ശാരദയാണെങ്കിൽ ഇവരെ കാണുന്നു. അപ്പോൾ ശാരദ പറയുന്നത് ശാലിനിയൊക്കെ അവിടെ നിൽക്കുന്നു, നമ്മൾ അങ്ങനെ എല്ലാവരും കൂടെ അവിടെ പോവുകയാണ്. അങ്ങനെ കലം നോക്കുന്ന സമയത്ത് നമ്മുടെ രോഹിത് ഒരു കുഞ്ഞു കല ഇങ്ങനെ എടുത്ത് പിടിക്കും. ആ സമയത്ത് വെറുതെ ശാരദ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ തോക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണും, വെടി വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് രോഹിത്തിനെയാണെന്ന് ശാരദയ്ക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കാഞ്ചി വലിക്കുന്ന തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ രോഹിത്തിനെ തള്ളി മാറ്റുകയാണ് ശാരദ. ആ സമയത്ത് ശാലയുടെ കയ്യിലിരുന്ന കലം പൊട്ടിത്തെറിക്കുക. അപ്പോൾ ശാരദ വെറുതെ അവനാണ് രോഹിത്തിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് പറയാം. അങ്ങനെ വിഷ്ണുവും കമലിനും എല്ലാവരും കൂടെ ഓടിപ്പോവും പുറകെ. പക്ഷേ ആ ഗുണ്ടയെ കിട്ടത്തില്ല. ഗുണ്ട അവിടുന്ന് രക്ഷപ്പെട്ട് പോകും. അപ്പോൾ വിഷ്ണു പറയും എന്തായാലും രക്ഷപ്പെട്ടല്ലോ എന്ന് പറയും. പിന്നീടാണെങ്കിൽ നമ്മുടെ സുസ്മിതയും ചന്ദ്രബോസും സംസാരിക്കുകയാണ്. ഈ ഉപേന്ദ്രൻ നമുക്ക് തലവേദനയാണ്, അയാൾക്ക് ആരെങ്കിലും കൊല്ലാൻ പറ്റുവാണെങ്കിൽ കൊല്ലട്ടെ, അതോടുകൂടി അയാൾ ജയിലിലാവുമല്ലോ, അതോടുകൂടി അയാളുടെ ശല്യം തീരുമല്ലോ എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിന്നീടാണെങ്കിൽ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ വിഷ്ണു ശാലിനി വാടക വീട്ടിലെത്തുകയാണ്. വാടക വീട്ടിലെത്തുമ്പോൾ ഇങ്ങനെ ആ പെൺകുട്ടി വന്ന് ഓരോന്ന് സംസാരിക്കുക. അപ്പോൾ കമലിനും ആ പെൺകുട്ടിയും തമ്മിൽ എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അപ്പം ശാലിനി പറയും കൂടുതലൊന്നും പറയണ്ട, ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയും. അപ്പോൾ കമലൻ പറയും എന്തെന്ന് പറയും. പിന്നീട് നമ്മുടെ ശാരദയുടെ വീട് കാണിക്കുന്നു. ഗോപാലൻ തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ശാരദ ചോദിക്കും പാവമൊക്കെ നീക്കാൻ വേണ്ടി പോയത്. അപ്പം നമ്മുടെ ഗോപാലൻ പറയും എന്ത് പാവം, ആ പയ്യനെ കൊന്നതിൻ്റെ പാവം തീർക്കാനല്ലോ. അപ്പോൾ ആ പയ്യനെ കൊന്നത് ഞാനല്ലോ, നീയല്ലേ നീ തള്ളിയപ്പോഴേ തലയിടിച്ച് മരിച്ചെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശാരദയ്ക്ക് അങ്ങ് ആകെ ഇതാകും. അപ്പം കുറ്റം മുഴുവൻ ശാരദയുടെ തലയിൽ കൊണ്ടാവുകയാണ് ഗോപാലൻ. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.